കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച ആ തിരുവചനത്തോട് ചേർത്ത് തന്നെ ചില കാര്യങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവനുള്ള യാഗമായി തീരുക, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി തീരുക. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളെ ആശ്രയിച്ച് അതിനെ അടിസ്ഥാനമാക്കിയായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതിന്റെ കാരണങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. നമുക്കറിയാം, ജീവൻ ഹനിക്കുന്ന എല്ലാ യാഗങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപ പരിഹാരത്തിനായി കാൽവറിയിൽ ഒരു യാഗമായി സമർപ്പിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ആ ശ്രേഷ്ഠ യാഗം എല്ലാ വിധത്തിലും പൂർണ്ണമാണ്. ഇനി ആരെങ്കിലും അതിന്റെ പൂർണ്ണതയ്ക്കായി അധ്വാനിക്കേണ്ടതില്ല എന്നുള്ളതും നമുക്കറിയാം. അതിലൂടെയാണ് അല്ലെങ്കിൽ കൃപയാലുള്ള വിശ്വാസം മൂലമുള്ള രക്ഷ നാം പ്രാപിക്കുന്നത്. ആ യാഗത്തിലൂടെയാണ്. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ യാഗം എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമാണെന്ന് ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് പാപത്തിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നുമാണെന്നുള്ള കാര്യവും നമുക്കറിയാം. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒന്നുകൂടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ, ഏദനിൽ സകല ഐശ്വര്യത്തോടുകൂടി ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ വസിച്ചിരുന്ന ആദ്യ മനുഷ്യൻ പാപത്തിന്റെ കെണിയിൽ അകപ്പെട്ട് ദൈവത്തിൽ നിന്നും അന്യമായി പോയി എന്നുള്ളത് അറിയാം. അന്യമായ ആ വിധങ്ങളും സാത്താൻ കബളിപ്പിച്ചതൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന്, അല്ലെങ്കിൽ അന്യമായി പോയ ഇടത്ത് നിന്നാണ് ആ ദൈവിക സാമീപ്യത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ കൃപയാൽ നമുക്ക് ലഭ്യമായ ഈ ശ്രേഷ്ഠ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ നമ്മുടെ ആയുഷ്കാലം മുഴുവനും തുടരുവാനും നമുക്ക് ദൈവത്തോടുള്ള കടപ്പാടും നന്ദിയും പ്രകടിപ്പിക്കാനുമാണ് നാം നമ്മളെ തന്നെ ഒരു ജീവനുള്ള യാഗമായി കരുതേണ്ടത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, അവനാർക്ക് കടക്കാരനല്ല എന്ന പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നമുക്ക് ദൈവത്തോടാണ് കടപ്പാടുള്ളത്, ദൈവത്തോടാണ് നമുക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ളത്. അതിനുവേണ്ടി നമ്മളെ ഒരു ജീവനുള്ള ഒരു യാഗമായി കരുതുവാൻ വേണ്ടിയാണ് നമ്മളെ, അല്ലെങ്കിൽ പൗലോസ് ഈ വാക്യങ്ങളിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പ്രബോധിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോട് എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമുക്ക് വളരെ പരിചയമായ വാക്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് നമ്മുടെ ക്രിസ്തുവിനെ ഒന്നുകൂടെ ധൈര്യപ്പെടുത്തുകയും ഒന്നുകൂടെ കർത്താവിൽ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യവും ആഗ്രഹവുമാണ് ഞാൻ ഈ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ഞാൻ കാണുന്നത്. ഇവിടെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട നിർമ്മല കന്യകമാരായാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിനെയും സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു കന്യക തന്റെ രക്ഷകന് മുമ്പിൽ തന്നെത്താൻ സമർപ്പിച്ച് കർത്താവിന്റെ നാളിനായി നോക്കി പാർത്ത് ജീവിക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് മുമ്പാകെയുള്ള ജീവനുള്ള യാഗമാണ്. ദൈവത്തെ നോക്കി പാർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലെ അതിന്റെ ആ വാക്യത്തിന്റെ അടുത്ത വാക്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടെ നൽകുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പറയുന്നത്: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ ഇടത്തു നിന്നും നമ്മൾക്ക് ലഭിച്ച ആ സ്വർഗീയ അവകാശങ്ങളെ നിലനിർത്തേണ്ടതിന് നാം ഒരു ജീവനുള്ള യാഗമായി മാറേണ്ടിയിരിക്കുന്നു. കാരണം ആ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, നിർമ്മലത വിട്ട് വഷളായി പോകാനുള്ള സാധ്യതയുണ്ട്. അന്നേരം അവിടെ നമുക്ക് ലഭിച്ച, ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അവകാശങ്ങളെയൊക്കെ ദൈവം നമുക്ക് നേടി തിരിച്ചു കൊണ്ടുവരികയാണ്. ആ ലഭിച്ച അവകാശങ്ങളെ നിലനിർത്തേണ്ടതിന് പ്രിയമുള്ളവരെ നാം ഒരു ജീവനുള്ള യാഗമായി മാറേണ്ടിയിരിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വിവിധ ഉപദേശ വിഷയങ്ങളെ പൗലോസ് വിവരിച്ചതിന് ശേഷമാണ് അതിന്റെ ഉപസംഹാരമായി നമ്മളോട് ജീവനുള്ള യാഗമായി മാറാൻ ഒരു ആഹ്വാനം നൽകുന്നത്. ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് ചില പ്രത്യേക ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നും ഒരു സഹായം ലഭിക്കേണ്ടതിനായി അതിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ കാലാകാലങ്ങളിൽ നിയമസഭ കൂടിയോ അല്ലെങ്കിൽ പാർലമെന്റ് കൂടിയോ ആ ഗവൺമെന്റ് അത് പരിഷ്കരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അന്നേരം ചില വകുപ്പുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് സാധാരണക്കാർക്ക് അനുകൂലമാകുകയും അതിൽ നിന്ന് അവർക്ക് ഫേവർ ആയിട്ടുള്ള ചില തീരുമാനങ്ങളും അല്ലെങ്കിൽ സഹായങ്ങളും ഒക്കെ ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ പരിഷ്കരിക്കുന്നത് പോലെ കർത്താവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെയാണ് റോമാലേഖനം ആദ്യ അധ്യായങ്ങളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പഴയ നിയമത്തിൽ നിന്ന് എപ്രകാരമാണ് നമുക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ നമ്മുടെ പൂർണ്ണമായ രക്ഷ സാധ്യമാകുന്ന നിലയിൽ അതിനൊക്കെ അല്ലെങ്കിൽ അതിനൊരു പരിഷ്കാരം ഉണ്ടാക്കുന്നത്, അത് വിശദീകരിക്കുന്നത് നമുക്ക് ആ അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ആ വാക്യങ്ങൾ ഒന്നുകൂടെ വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു:
പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത് നമ്മൾ കാണാതെ പഠിച്ചിട്ടുള്ള ഒരു വാക്യം തന്നെയാണ്. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്യമാണ്. എപ്പോഴും പ്രസംഗിക്കുവാനും അതിൽ നിന്ന് ഭയപ്പെടുവാനും ഒക്കെ ആഹ്വാനം ലഭിക്കുന്ന ഒരു വാക്യമാണെന്നൊക്കെ നമുക്ക് അറിയുന്നുണ്ടല്ലോ. ഈ വാക്യത്തിൽ നമ്മളെ എത്രത്തോളം ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കണമെന്നും ഈ വാക്യം നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇവിടെ ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന യാഗത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാം കാണേണ്ടുന്ന മറ്റൊരു കാര്യം, അത് നമ്മുടെ ശരീരങ്ങളെയും ദൈവത്തിന് കൊടുക്കുന്നതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് മുമ്പാകെ പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണമെന്ന്. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് മുമ്പാകെ അല്ലെങ്കിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുക എന്നതിന്റെ അർത്ഥം നമ്മളെ മുഴുവനായും അർപ്പിക്കുക എന്നുള്ളതാണ്. മുഴുവനായും തന്നെ നമ്മളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുക. അതൊരിക്കലും നമ്മുടെ ചർമ്മവും മാംസവും എല്ലുകളും അത് മാത്രമല്ല അത് ഉൾപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ പറയുന്നല്ലോ, ചില മതത്തിന്റെ പേരിൽ ജോലി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വിശദീകരിച്ചിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ അധ്വാനിക്കുന്നുണ്ട്, വേർക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ പുറമേ കാണുന്ന ദേഹവും നമ്മുടെ വിചാര മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ദേഹിയും ഉൾപ്പെടെ മുഴുവനായി തന്നെയാണ് ഒരു വിശുദ്ധ ജീവനായി സമർപ്പിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് വാക്യങ്ങളോട് നമ്മെ സൂചിപ്പിക്കുന്നു. അതിൽ തന്നെ ആദ്യമായി കാണുന്നത് നമ്മുടെ യാഗം, നമ്മുടെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്ന യാഗം ജീവനുള്ളതായിരിക്കണം. ജീവനുള്ള യാഗം എന്നാണ് അവിടെ പറയുന്നത്. ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യരിലും ജീവികളിലും ഒക്കെ കാണുന്ന പ്രാണനെ അല്ല ഇവിടെ ഈ പറയുന്ന ജീവൻ എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കാരണം അത് ഇവിടെ ഒരു പുതിയ കാര്യം എന്ന പോലെയാണ് പറയുന്നത്, ജീവനുള്ള. കാരണം സകല മനുഷ്യർ ജീവനുള്ളവരാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ പ്രാണികൾ അല്ലെ ജീവികൾക്കൊക്കെ ജീവനുണ്ടെന്ന് നമുക്കറിയാം. അന്നേരം ആ ഒരു ജീവനെയല്ല ജീവനുള്ള യാഗം എന്നതിലൂടെ അർപ്പിക്കുന്നതെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവോയിതലിന്റെയും നിർജീവമായിരുന്ന ആത്മാവിനെ ദൈവം ജീവിപ്പിക്കുന്നു. അതാണ് ജീവൻ എന്ന പദം എടുത്തു പറയുന്നതിലൂടെ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ പ്രാണനെയും ആത്മാവിനെയും വേർപിടിവിക്കുന്ന ഒരു വാളിനെ കുറിച്ച് പറയുന്നുണ്ട്. സാധാരണയായി ആ വേർപിടിവിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ആ ഭാഗമൊക്കെ വളരെ നന്നായി അറിയാമല്ലോ. അത് സന്ധികളെ മജ്ജകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ ബുദ്ധിമുട്ടുള്ളതും സൂക്ഷ്മ വേണ്ടതുമായ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം. ആ പ്രാണനെ ആത്മാവിൽ നിന്ന് വേർതിരിക്കാം. പ്രിയമുള്ളവരെ, ദൈവവചനം ആ പ്രവൃത്തി നമ്മളിൽ ചെയ്തെടുക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലെ ആ ചിന്തകളെയും ഉദ്ദേശങ്ങളെയും അത് വിവേചിച്ചറിയുകയാണ്, വേർതിരിക്കുകയാണ്. അതിൽ നിന്ന് നല്ലതിനെ തിരഞ്ഞെടുക്കുകയാണ് ആ വേർതിരിക്കലിലൂടെ നടക്കുന്നത്. അത് തീർച്ചയായും അവിശ്വാസത്തെയും ദൈവത്തെക്കാൾ മനുഷ്യരിലും അതുപോലെ മറ്റു ശക്തികളിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവരെ വിവേചിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ പ്രാണനെയും ആത്മാവിനെയും വേർതിരിക്കുന്നത്, ഞാൻ അതിലേക്ക് ചിന്തിക്കാൻ ഞാൻ കൂടുതൽ അതിനെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. ഇനി നമ്മുടെ ശരീരത്തിലെ വിശുദ്ധി സൂചിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ കൂടെ നമുക്ക് രാത്രി നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ അത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരുടെയും ശരീരം പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമുക്ക് നന്നായി അറിയാമല്ലോ. നമ്മുടെ ചുറ്റുമുള്ള വിവിധ മതസ്ഥരുടെ ആരാധന കേന്ദ്രങ്ങളെ വീക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ പേപ്പറുകൾ വാർത്തമായിട്ടുണ്ട്, ചില വീഡിയോകൾ കണ്ടിട്ടുണ്ട്. മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ അത് അവിടെ കാണാനായി പോയിട്ടുണ്ട്. അങ്ങനെ അവരുടെ ആരാധന കേന്ദ്രങ്ങളൊക്കെ വീക്ഷിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം അവർ ആഗ്രഹിക്കുന്ന വിശുദ്ധിക്കായി അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന വിശുദ്ധിക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നത് കാണാം. അതിനുവേണ്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിവിധ നിലയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ കേട്ടിരിക്കുമല്ലോ. അതിൽ ചിലതൊക്കെ പറയുകയാണെങ്കിൽ അന്യമതത്തിലുള്ളവരെ പ്രവേശിക്കാതിരിപ്പിക്കുക, അല്ലെങ്കിൽ അശുദ്ധി സംഭവിച്ചെങ്കിൽ വിവിധ നിലയിലുള്ള ശുചീകരണ പ്രവർത്തികൾ അല്ലെങ്കിൽ ശുദ്ധീകരണങ്ങൾ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി ബൈബിളിലെ ചരിത്രത്തിലേക്ക് നമ്മൾ വിടുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ സ്ഥാപിതമായ ദേവാലയത്തിന്റെ വിശുദ്ധിക്കായി നൽകിയിരുന്ന നിയമങ്ങളും കഠിനമായിരുന്നു എന്നുള്ളത് അറിയാം. അന്യാഗ്നി കൊണ്ടുവന്നവരെ ശിക്ഷിക്കുന്നതും അങ്ങനെയുള്ളവരെ നടിപ്പിക്കാതിരിക്കുന്നതും അതുപോലെ ആ നിയോഗിക്കപ്പെട്ടവർ മാത്രം ദേവാലയത്തിൽ പ്രവേശിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ നിഷ്കർഷ ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതിന് ആ ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധിയോടെ അതിനെ പരിപാലിക്കേണ്ടതിന് അത്രയും നിയന്ത്രണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആ ദേവാലയ സങ്കല്പത്തെ പൂർണ്ണമായി മാറ്റിയിട്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റിയപ്പോൾ നാം ഒരു ജീവനുള്ള യാഗമായി ആ വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് പരിശുദ്ധാത്മാവ് വാക്യങ്ങളോട് നമുക്ക് പറയുന്നത്. നാം ദൈവത്തിന്റെ മന്ദിരമാകുന്നത് കൊണ്ട് നാം ഒരു ജീവനുള്ള യാഗമായി
യാഗമായി നാം മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് റോമാലേഖനം 6-13 പറയുന്നത് പോലെ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ എന്നാണ് ആ വാക്യം നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ അല്പം കൂടി ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പഴയ നിയമത്തിൽ ലോത്തിന്റെ കാലത്തുള്ള സോതോമിലെ പാപങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ട്. അതിനെക്കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ജീവിത വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും നൽകിയിരുന്നില്ല എന്നുള്ളത് ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം. ആ വേദഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ലോത്ത് അതിൽ ചിലരോട് ഉപദേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവർക്ക് അത് കളി പറയുന്നത് പോലെ തോന്നി എന്നാണ് അവിടെ വായിക്കുന്നത്. ലോത്ത് കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവർ കളി പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവർക്ക് അത് ലോത്ത് കളി പറയുന്നത് പോലെ തോന്നി എന്നാണ് ആ വേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. ഇന്നും അതുപോലെ തന്നെ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ അല്ലെങ്കിൽ ദൈവമക്കൾ അല്ലെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്യുന്നവരുടെ ഇടയിൽ പോലും വിശുദ്ധിയെ നിസാരവൽക്കരിക്കുന്നു എന്ന് നമുക്കറിയാം. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് കളിയായി അല്ലെങ്കിൽ അതെന്ത് നിസാരവൽക്കരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പല അഡ്വർടൈസ്മെന്റും പല കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന പല യൂത്ത് ക്യാമ്പുകളുടെ ഒക്കെ പ്രധാന ഹൈലൈറ്റ്സ് ആയി പുറത്തു വരുന്നത് ദൈവിക വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളത് ഒരു വളരെ യാഥാർത്ഥ്യമാണ്. അവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ലോകപരമായ പലതിനെയുമാണ് അവർ ആ ക്യാമ്പിലൂടെ അല്ലെങ്കിൽ ക്യാമ്പിലുണ്ടായ നേട്ടമായി അവർ എടുത്തു കാണിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക്, ജീവനുള്ള യാഗം എന്നതിലേക്ക് ഒത്തിരി വിട്ടുപോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ള ലോകപരമായ കാര്യങ്ങളെയൊക്കെ എടുത്തു കാണിച്ചിട്ടാണ് യൂത്തിനെ ആകർഷിക്കുന്നത് എന്നുള്ളതും ഒരു സങ്കടകരമായ ഒരു സത്യമാണ് ഈ കാലഘട്ടത്തിൽ. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. കാരണം ദൈവത്തിന്റെ വിശുദ്ധിക്കോ ദൈവത്തിന്റെ നിയമങ്ങൾക്കോ ഒരു മാറ്റം ദൈവം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വരുത്തിയിട്ട് വേറൊന്ന് ദൈവം സ്ഥാപിക്കുന്നില്ല എന്നുള്ളത് നാം അറിയട്ടെ. ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് അടുത്ത് ചെല്ലുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അടുത്ത് ചെല്ലുന്നവരെ മാത്രം ദൈവം സ്വീകരിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ നിത്യത ദൈവം അവകാശമായി കൊടുക്കുകയുള്ളൂ. അവരുടെ ജീവിതത്തിൽ മാത്രമേ രക്ഷ പ്രാപ്യമാകുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനൊന്നും ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളത് നാം അറിയട്ടെ. അതുകൊണ്ട് ആ കാര്യങ്ങളെയൊക്കെ അതിനർഹിക്കുന്ന ഗൗരവത്തോട് തന്നെ സമീപിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരുത്തട്ടെ. ഇനി മറ്റൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കേണ്ടത് മറ്റൊരു കാരണമായി പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ശരീരങ്ങൾ ക്രിസ്തുയേശുവിന്റെ അവയവങ്ങളാണെന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ഇത് പറയുന്നുണ്ട്. 6-15 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കാമോ? ഒരു നാളും അരുത് എന്നാണ് പറയുന്നത്. എത്ര ഹാർഷായിട്ട് തന്നെ, എത്ര ഗൗരവമായിട്ട് തന്നെ ആണ് ആ വാക്യം അവിടെ പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി വിശുദ്ധിക്കായി സമർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. റോമാലേഖനം 12 മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് പൗലോസ് അവിടെ വിശദീകരിക്കുന്നില്ല. അവിടെ കൂടുതൽ വിശദീകരണങ്ങളൊന്നും കൊടുക്കുന്നില്ല. അതിന്റെ മുൻപുള്ള അധ്യായങ്ങളൊക്കെ വളരെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പൗലോസ് അവിടെ വിശദീകരിക്കുന്നില്ലെങ്കിലും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ സേവിക്കേണ്ടതിന്റെ പ്രാധാന്യം തന്നെയാണ് ആ വാക്യങ്ങൾ എടുത്തു പറയുന്നത്, അല്ലെങ്കിൽ അത് വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റോമാലേഖനത്തിന്റെ വായനക്കാർക്ക് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് സംശയം ഉണ്ടാകാനിടയില്ല. കാരണം അതിനു മുമ്പ് അതിനെ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യത്തെ തുടർന്ന് എങ്ങനെയാണ് ആ ആത്മാവിനും അല്ലെങ്കിൽ ശരീരങ്ങളെ ജീവനുള്ള യാഗമായി അത് എങ്ങനെ വിശദീകരിക്കുക, അല്ലെങ്കിൽ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ട് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുന്നത് എന്നുള്ളത് കൂടുതൽ അവിടെ പറയാതിരിക്കുന്നതിന് കാരണം. ഇനി അതിന്റെ 1-2 വാക്യങ്ങളോട് ഞാൻ ചേർത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നത് റോമാലേഖനം 6-12 മുതലുള്ള വാക്യങ്ങൾ ഒന്നുകൂടി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്നുള്ള പറയുന്നത്. ഇവിടെ പൗലോസ് പറയുന്നത് പാപം നമ്മളുടെ മർത്യ ശരീരത്തിൽ വാഴാൻ അനുവദിക്കരുത് എന്നുള്ള ആ ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. അതായത് ലോകത്തോടുള്ള അതിന്റെ ദുരാഗ്രഹങ്ങളെ അനുസരിക്കരുത്. നമ്മൾ നമ്മുടെ ജഡത്തിൽ വസിക്കുമ്പോൾ തീർച്ചയായും ലോകത്തെ
അതിനെ പുണരുവാൻ, അല്ല അതിലേക്ക് എത്തിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ദുരാഗ്രഹത്തെ അനുസരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത് എന്നുള്ള കാര്യം എടുത്തു പറയുകയാണ്. നമ്മുടെ ശരീരഭാഗങ്ങളെ ദുഷ്ടതയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്, മറിച്ച് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരപ്പെട്ടവരെ പോലെ നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുവാനാണ് ഈ വാക്യം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നാം ദൈവത്തെ സേവിക്കുക എന്നതാണ് അതിലൂടെ നമ്മെ അറിയിക്കുന്നത്. പാപത്തിന് നമ്മുടെ ജഡശരീരത്തിലൂടെ നമ്മെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം പാപം ചെയ്ത വ്യക്തി അവരെന്ത് ചെയ്യും? ആ പാപത്തിൽ തന്നെയാണ് തുടരുന്നത്. കാരണം അത് ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ അവർ പിന്നീട് ദൈവത്തിൽ നിന്ന് അത് പോയി പിന്നീട് അവർക്ക് തന്നെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരാൻ കഴിയാതെ അവർ വളരെ കാലം ആ നിലയിലേക്ക് പോയിരുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ കർത്താവിലൂടെ നമുക്ക് കടന്നു വരാൻ കഴിയുമ്പോൾ വീണ്ടും പാപത്തിലൂടെ, അല്ലെങ്കിൽ ആ പാപത്തെ അനുവദിച്ചുകൊണ്ട് നമ്മുടെ ജഡശരീരത്തിലൂടെ നമ്മെ നിയന്ത്രിപ്പാൻ പാപത്തിന് അവസരങ്ങൾ കൊടുക്കരുത് എന്നുള്ള ആ കാര്യമാണ് ഇതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ പാപത്തിന്റെ ഉപകരണങ്ങളായി അർപ്പിക്കുന്നതിന് പകരം നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് ശമര്യക്കാരി സ്ത്രീയോട് പറഞ്ഞ പോലെ സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴികയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിന്റെ ഒക്കെ അർത്ഥം, അതിലൂടെ ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ മുമ്പാകെ സമർപ്പണം ചെയ്യുന്ന യാഗം എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായിരിക്കണം എന്നുള്ള ഒരു വലിയ ആഹ്വാനം നമുക്ക് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അത് യാതൊരു കളങ്കവും ഇല്ലാത്തതും അതുപോലെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതുമായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് നമ്മൾ പഴയ നിയമ ചരിത്രത്തിലൂടെ നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വിളിച്ച് വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാനും നമുക്ക് കൽപ്പനയുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. വാക്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ഞാൻ എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ജീവനുള്ള യാഗങ്ങളായി നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് വിവരിക്കുവാൻ പൗലോസ് ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പദം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രസാദകരം എന്നുള്ളതാണ്. ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ പാടാറുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പാടി, അതുപോലെ ദൈവത്തെ നമ്മൾ സ്തുതിക്കാറുണ്ട്, അതുപോലെ വിവിധമായ വിഷയങ്ങൾ നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ അതിലെല്ലാം ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓടി വന്ന് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ ഓടി വന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആഹ്വാനത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് ചേർന്ന് നിന്ന് പാടാറുണ്ട്. എന്നാൽ അതിലൊക്കെ ദൈവം പ്രസാദിക്കുന്നുണ്ട്. നമുക്ക് പഴയ നിയമത്തിൽ ദൈവം പ്രസാദിക്കാത്ത യാഗങ്ങളെ കുറിച്ചും ദൈവം പ്രസാദിച്ച യാഗങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ബൈബിളിൽ ദൈവത്തിന്റെ പ്രസാദമുണ്ടായ വ്യക്തികളുടെ ജീവിതത്തെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെയുള്ളവരുടെ ജീവിതമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ, അവരെല്ലാം ആ ദൈവപ്രസാദം ഉണ്ടായ വ്യക്തികളെല്ലാം അവർ ദൈവഹിതത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവരാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ ആഗ്രഹത്തോട് പറ്റിച്ചേർന്നവർ, ദൈവം അറിയിച്ച വെളിപ്പാടുകളോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ ആഗ്രഹിച്ച് ദൈവത്തോട് അടുത്ത് വരുന്നവർ ആയിരുന്നു അവരെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് അവരെല്ലാം ദൈവഹിതം അന്വേഷിച്ച് അതിനായി ദാഹിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നുള്ളൊരു കാര്യം വരട്ടെ. നമ്മൾ വളരെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വളരെ പാടുന്നവരായിരിക്കാം, വളരെ സ്തുതിക്കുന്നവരായിരിക്കാം, വളരെ പ്രസംഗിക്കുന്നവരായിരിക്കാം. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടെ നാം വിശ്വാസത്താൽ അറിയുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തുകയും വേണം പ്രിയമുള്ളവരെ. എന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇന്ന് ബഹുഭൂരിപക്ഷം വിശ്വാസികളിലും കാണാനാവുന്നത് അവരവരുടെ ഹിതവും അതിനനുസരിച്ചുള്ള പ്രാർത്ഥനയുമാണെന്ന് നമുക്കറിയാം. ദൈവഹിതം അന്വേഷിക്കുന്നതിന് പകരം നമ്മുടെ ഹിതം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഉപവാസം ഇരിക്കുക, അതിനുവേണ്ടി വാശി പിടിക്കുക, അതിനുവേണ്ടി ആയിരിക്കുക, അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തിലേക്ക് തന്നെ വന്നാൽ, ആദ്യമേ നമ്മൾ ഓരോരുത്തരും ജീവനുള്ള യാഗമായിരിക്കണം, രണ്ടാമത് നമ്മൾ വിശുദ്ധരായിരിക്കണം, അങ്ങനെയെങ്കിൽ മൂന്നാമത്തേതായി അത് ദൈവിക പ്രസാദമുള്ളതായി അപ്പോഴാണ് അത് മാറുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജീവനുള്ള യാഗം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ദൈവത്തിന്റെ നമ്മളെ തന്നെ സമർപ്പിച്ച് നാം അടുത്തു ചെല്ലുമ്പോൾ ജീവനുള്ള ഒരു യാഗമായി ദൈവത്തിന് പ്രസാദമായി. അതിനുശേഷം അത് വിശുദ്ധമായി നമ്മളുടെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിനെ വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് നാം കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ളതായി മാറുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നുണ്ട്. നമുക്കറിയാം പഴയ നിയമത്തിലൊക്കെ അല്ലെങ്കിൽ ദൈവ തിരുവചനം പറയുന്നത് പോലെ മനുഷ്യൻ
ഏറ്റവും നീതിയുള്ളത് എന്ന് കരുതി ചെയ്യുന്നത് പോലും കറപുരണ്ട തുണി പോലെ എന്ന് പറയുന്ന ഇടത്ത് നിന്നാണ് നമ്മെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ദൈവം മാറ്റുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമുള്ളവരാക്കി ദൈവം കരുതുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠം അല്ലെങ്കിൽ ഏറ്റവും നീതി എന്ന് വിചാരിക്കുന്നതൊക്കെ ദൈവത്തിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ വിശുദ്ധിയുടെ മുമ്പിൽ, ദൈവത്തിന്റെ അളവുകോലുകളുടെ മുന്നിലൊക്കെ അത് വെറും കറപുരണ്ട തുണി എന്ന് ആ പഴയ നിയമത്തിലും അല്ലെങ്കിൽ തിരുവചനം അങ്ങനെ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ കുറവുകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്, വീഴ്ചകൾ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എങ്കിലും വിശ്വാസത്തോടെ, വിശുദ്ധിയുടെ ആഗ്രഹത്തോടെ, ആ ദൈവികതത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ ഓരോരുത്തരും പ്രസാദകരമായി മാറുന്നു, പ്രസാദമുള്ളവരായി മാറുന്നു. അതൊരു വളരെ വലിയൊരു അത്ഭുതമാണെന്നുള്ളത് നാം അറിയട്ടെ. ദൈവം പ്രസാദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിലും നമ്മുടെ പ്രവൃത്തികളിലും ദൈവം സന്തോഷിക്കുന്നു എന്നാണ് അർത്ഥം. ദൈവം നമ്മെ കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൊച്ചുകാലങ്ങളിലുള്ളൊക്കെ അവരുടെ വീഡിയോ ഒക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവരുടെ ആ വീഡിയോ ഒക്കെ, അവരുടെ കുസൃതികളും അതിലൊക്കെ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളതാണ് അതിൽ കാണാൻ കഴിയുന്നത്. അതായത് നമ്മളെ കാണുമ്പോൾ, നമ്മുടെ പ്രവൃത്തികളെ കാണുമ്പോൾ ദൈവത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകുന്നു. ആ ഒരു വലിയ അനുഭവമാണ് ദൈവത്തിന് പ്രസാദകരം എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. ഇത് വിശ്വാസത്തിലൂടെ അറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം. വിശ്വാസത്താൽ നാം അത് അറിയണം. നമ്മളൊരു ജീവനുള്ള യാഗമായി ദൈവം സമർപ്പിക്കുമ്പോൾ, വിശുദ്ധിയോടെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മൾ പ്രസാദിക്കുന്നത് അത് വിശ്വാസത്താൽ നാം അറിയണം. അത് വളരെ സന്തോഷവും വളരെ പ്രത്യാശ നിർഭരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് നമ്മെ ഉടമയാക്കും എന്നുള്ള കാര്യം അത് തീർച്ചയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും സമാധാനത്തോടെ തന്നെ എപ്പോഴും ആയിരിക്കാൻ അവർക്ക് കഴിയും. അവർക്ക് മറ്റൊന്നിനെയും പേടിക്കാൻ കാരണമില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എല്ലാം ദൈവത്തിന്റെ കരത്തിൽ എന്ന പോലെയുള്ള ആശ്വാസം അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ ദൈവത്തിന്റെ പ്രസാദം അറിയുന്ന ആ ഭക്തന്മാരുടെ ജീവിതത്തിൽ അത് ആ നിലയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇന്ന് സ്വന്തം ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഉപകരണം മാത്രമായി ദൈവത്തെ കാണുന്നവരാണ് അധികമുള്ളതെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. പ്രിയമുള്ളവരെ, അവർ ചിന്തിക്കുന്നത് അവരുടെ ഇഷ്ടം തന്നെയാണ് ദൈവത്തിനുമുള്ളതെന്ന്. കാരണം അവർ ദൈവത്തിന്റെ നാമത്തിൽ കൽപ്പിക്കുകയും ദൈവത്തിന്റെ നാമത്തിൽ പറയുകയും ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും അതേപോലെ അവരുടെ ഇഷ്ടങ്ങളെ പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രവചനങ്ങളും ഒക്കെ നടത്തുമ്പോൾ ദൈവവും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവവും വിചാരിക്കുന്നത് അവരുടെ ചിന്ത തന്നെയാണ് ദൈവത്തിനുള്ളതെന്നാണ് അവർ വിചാരിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് അങ്ങനെയല്ല. ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ പരിശുദ്ധിയും ദൈവത്തിന്റെ സ്വഭാവങ്ങളൊന്നും മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത് അതൊരു വലിയ യാഥാർത്ഥ്യമാണെന്നുള്ളത് നാം എല്ലാവരും അറിഞ്ഞിരിക്കട്ടെ. പ്രിയമുള്ളവരെ, സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയും സകലത്തിന്റെ സൃഷ്ടാവുമായ ദൈവത്തെ സ്വന്തം അജ്ഞാനവൃത്തിയായി മാത്രം കരുതുന്ന ഒരു കൂട്ടരുടെയിൽ നിന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ജീവനുള്ളതും വിശുദ്ധിയുള്ളതും ദൈവത്തിന് പ്രസാദമുള്ളതുമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലെ സന്ദേശം അത് തന്നെയാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആജ്ഞാനവൃത്തിയെ മാത്രം കരുതുന്ന അവരുമായിട്ട് ദൈവത്തിന് യാതൊരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളത് ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പഴയ നിയമകാലത്ത് ദേവാലയത്തിൽ യാഗങ്ങൾക്കായി കൊണ്ടുവരുന്ന മൃഗങ്ങൾക്ക് ന്യൂനതകൾ അല്ലെങ്കിൽ കുറവുകൾ അല്ലെങ്കിൽ ഊനമൊന്നും ഉണ്ടാകരുത് എന്നുള്ള ഒരു കൽപ്പന ഉണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും അപൂർണതയുള്ള മൃഗത്തെയാണ് ഒരു വ്യക്തി കൊണ്ടിരുന്നതെങ്കിൽ അതിനെ പരിശോധിക്കുന്ന പുരോഹിതന്മാർ ആ മൃഗത്തെ തിരിച്ചയക്കുമായിരുന്നു. ആ പഠനങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ യാഗങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ വിധത്തിലും പൂർണ്ണ യോഗ്യതയുള്ള ദൈവപുത്രൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു. ആ യാഗങ്ങളൊക്കെ അങ്ങനെ പൂർണ്ണമായ യാഗങ്ങൾ, പൂർണ്ണത അവകാശപ്പെട്ടുകൊണ്ട് പൂർണ്ണതയില്ലാത്ത യാഗങ്ങൾ നടത്തിക്കൊണ്ടുവന്ന ആ കാലഘട്ടങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് പൂർണ്ണ യോഗ്യതയുള്ള നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയിൽ നമുക്ക് വേണ്ടി സ്വയം അർപ്പിച്ചു. ആ യാഗത്തിലൂടെ ദൈവം മുമ്പാകെ നീതീകരിക്കപ്പെട്ട ഓരോ ദൈവവേദിയിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് അതുപോലെ സമർപ്പണമുള്ള ജീവനുള്ള ഒരു സമ്പൂർണ്ണ യാഗമാണെന്നുള്ളത് നാം അറിയട്ടെ. തിരിച്ച് ദൈവത്തോടുള്ള ആ കടപ്പാടിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുകയാണെങ്കിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കും. ദൈവത്തിന് അത് ആഗ്രഹമാണ്. അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവവചനം. അത്രയും വില കൊടുത്തവൻ നാം ആ വിലയെ മനസ്സിലാക്കി കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ആ കർത്താവിനോടുള്ള ആ കടപ്പാട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ പ്രസാദിക്കും. അത് വിശ്വാസത്താൽ നാം അറിയട്ടെ. അവരെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിച്ചുകൊണ്ട് നിത്യമായ ദൈവിക സന്തോഷത്തിൽ പങ്കുള്ളവരാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ദൈവത്തെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാപപൂർണമായ ലോകത്തിൽ നമ്മളെ സ്നേഹിച്ച് ജീവൻ വെച്ച യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് അനുഭവങ്ങളിൽ ബുദ്ധിമുട്ടായിരിക്കാം. ഇന്ന് രാത്രി
പ്രിയ ദേവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ചില കാര്യങ്ങളൊക്കെ അത് എടുത്തു പറഞ്ഞല്ലോ. പലപ്പോഴും കഷ്ടങ്ങളും നിന്ദകളും ഒക്കെ ഉണ്ടാകാം, അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന ആ ഒരു വിളി കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ അഭിനന്ദന വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, അങ്ങനെയുള്ള സകല സങ്കടത്തെയും അത് ഇല്ലാതാക്കുമെന്നുള്ളത്, അത് ആ ഒരു വലിയ ധൈര്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളത്തിലുണ്ടാകട്ടെ. നമ്മുടെ ആ സങ്കടങ്ങളെല്ലാം മാറുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടിയാണ് നാം ആ വിശുദ്ധ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്നത്. അവസാനമായി അതിന് രണ്ടാമത്തെ വാക്യം കൂടെ ഒന്നുകൂടി വിശദീകരിച്ച ശേഷം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവികതമിന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്, ക്രിസ്തു ലോകത്തിലുണ്ടായിരുന്നിട്ടും ലോകം അവൻ മുഖാന്തരം ഉളവായിട്ടും ക്രിസ്തുവിനെ അറിയാത്ത ലോകമെന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ആത്മീയ അന്ധതയെ സ്നേഹിക്കുന്ന, അതായത് വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്ന ഒരു ലോകത്തെയാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. അവർക്ക് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല. അവർ ക്രിസ്തുവിനെയും അവന്റെ അനുയായികളെയും പകയ്ക്കുന്നവരാണെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഗർവവും മോഹവും കൊണ്ട് നിറഞ്ഞ അങ്ങനെയൊക്കെ അതുപോലെയുള്ള അഹങ്കാരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞ ലോകം എപ്പോഴും ദുഷ്ടതയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയുള്ള ലോകത്തോട് അനുരൂപരാകരുത് എന്നാണ് പൗലോസ് ഇവിടെ ഉപദേശിക്കുന്നത്. ലോകത്തിന് അതിന്റെ ഇഷ്ടപ്രകാരം ആളുകളെ വാർത്തെടുക്കുവാൻ അതിന് ശക്തമായ ഒരു സ്വാധീന ശക്തിയുണ്ട്. നമുക്കറിയാം, പല മഹാന്മാർ ലോകത്തിൽ വിജയിച്ചവരെ കുറിച്ചുള്ള വാർത്തകൾ, പോസിറ്റീവ് തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ ആകർഷണീയമാണ്. അങ്ങനെയുള്ള ഒരു വാർത്തെടുക്കാൻ അതിൻ്റെതായ ഒരു സ്വാധീന ശക്തിയുണ്ട്. അതിലൂടെ ദൈവത്തിൽ നിന്നും അന്യപ്പെട്ട ഒരു ജീവിതം നയിപ്പാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതും നമുക്കറിയാം. നമ്മളിൽ പലരും അതിൽ ആകർഷിക്കപ്പെട്ട് അങ്ങനെ അതിനെയൊക്കെ സ്വീകരിച്ച് നമ്മുടെ തിരുവചനത്തോട് ചേർക്കുന്നു എന്നൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ രൂപാന്തരപ്പെടേണ്ടവരാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമർപ്പിക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിൽ നടക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഫലമാണ്, ആ പ്രവൃത്തിയുടെ ഫലമാണ് രൂപാന്തരം എന്നുള്ളത്. ബാഹ്യമായ നിലയിൽ ലോക വഴികൾ നമ്മൾ ഉപേക്ഷിക്കാറുണ്ട്. നമുക്കറിയാം, പല കാര്യങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ വസ്ത്രങ്ങളില്, നമ്മുടെ വേഷവിധാനങ്ങളില്, നമ്മുടെ സ്റ്റൈലുകളില്, പല കാര്യങ്ങളിലൊക്കെ നമ്മൾ പല കാര്യങ്ങളും ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ആന്തരിക ജീവിതവും വ്യത്യസ്തമായിരിക്കണമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അത് സാധ്യമാക്കുന്നത് ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പുതുക്കുന്നതിലൂടെയാണ്, ദൈവസന്നിധിയിൽ പോയിരുന്ന് പുതുക്കുന്നതിലൂടെയാണ്. പൗലോസ് എഫെസ്യരിൽ എഴുതി പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം 22 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളായി വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ എന്നാണ് അവിടെ പറയുന്നത്. കർത്താവിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളെ ദൈവാത്മാവിന്റെ നിയന്ത്രണത്തിന് അധീനമാക്കി ദൈവിക സത്യങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തെ സ്നേഹിക്കേണ്ടവരാണ് നമ്മൾ. സ്വയമായി നമ്മളെ തന്നെ ദൈവത്തിന് മുമ്പാകെ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും തങ്ങളെ തന്നെ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കാത്തവർക്കും അകമയുള്ള രൂപാന്തര പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ആത്മാവുമായി സഹകരിക്കാത്തവർക്കും അവരെ കുറിച്ചുള്ള ദൈവികത എന്തെന്ന് അവർക്ക് കണ്ടെത്താൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആ പൂർണ്ണതയുള്ള ദൈവികതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ പൂർണ്ണതയുള്ള ദൈവികതം അറിയുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനും നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ അവൻ നമ്മോട് പറയുന്ന ആ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ നമ്മുടെ ജീവിതത്തിനിടയാകട്ടെ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ പ്രസാദകരമായ ഒന്നായി തീർക്കും. മുമ്പ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ദൈവം നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ സന്തോഷിക്കുന്നു. നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ, നമ്മളെ കാണുമ്പോൾ ദൈവം പുഞ്ചിരി തൂകുന്നു. ആ ഒരു പ്രസാദകരമായി തീരുന്ന ആ അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. അങ്ങനെ ദൈവത്തിന്റെ മുമ്പാകെ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഇടവരട്ടെ. ദൈവം ഈ വചനങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള രാജ്യേ വന്നു ചേരും വരെ അൻപോടു കാക്കണമേ. മുൻപിലും പിൻപിലും കാവലായി നിന്നു നീ മുൻപിൽ നടക്കണമേ. നിന്റെ ഇമ്പമുള്ള
ചേരും വരെ അൻപോടു കാക്കണമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളു ഞാനപ്പനേ. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കുന്നത്യന്തം. ശത്രുവാമെന്നെ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ദേവാ, ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല